TV പ്രസാദ്, യഥാർത്ഥത്തിൽ 2010 സമാനമായ തോൽവിയാണ് LDF ഇക്കുറിയും അഭിമുഖീകരിക്കേണ്ടി വന്നത്. 2010 എങ്ങനെ തോറ്റോ സമാനമായ രീതിയിൽ ചില നേതാക്കളൊക്കെ പറയുന്നത് 2010 അത്ര വന്നിട്ടില്ല എന്നാണ്. പക്ഷേ എങ്കിലും അതിൽ നിന്ന് ഈ പരാജയത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് തിരിച്ചു വരിക എന്നുള്ളത് വളരെ വലിയ പഠനം അർഹിക്കുന്നുണ്ട്. ഓരോ ബ്ലോക്കുകളും പഞ്ചായത്തുകളും എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതൊക്കെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തേണ്ടി വരും. ചെറിയ പരാജയമല്ല. മലപ്പുറത്തടക്കം ന്യൂനപക്ഷ കോട്ടകളിൽ പൂർണ്ണമായിട്ടും തൂത്തെറിയപ്പെട്ട അവസ്ഥയിലാണ്. മലപ്പുറത്ത് പേരിന് പോലും ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രതിനിധിയെ കൊടുക്കാൻ CPM-ന് സാധിച്ചിട്ടില്ല. ഇതൊക്കെ നൽകുന്ന കാര്യം, ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വോട്ടുകൾ കൈവിട്ടു, മറുഭാഗത്ത് ഭൂരിപക്ഷ വോട്ടുകൾ കൈവിട്ടു. സ്വന്തപ്പാളി ഒരിടത്ത് പാളി, മറുഭാഗത്ത് വെള്ളാപ്പള്ളി നടേശനെ ഇറക്കിയതും പാളി. ഇനിയിപ്പോൾ ഈ പരാജയത്തെ വിലയിരുത്തി വളരെ പെട്ടെന്ന് തന്നെ LDF തിരുത്തി മുന്നോട്ട് വരും എന്നുള്ളതാണ്. പക്ഷേ അതിന് സമയമെടുക്കുമോ? ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ കനത്ത പരാജയം ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തെയും CPM-നെയും ഒക്കെ വെട്ടിലാക്കിയിട്ടുണ്ടോ? അതിനിടയ്ക്ക് MM മണിയുടെ ഒരു പ്രസ്താവന കൂടി വന്നു. അതുകൂടി കൂനിന്മേൽ കുരുവായി മാറിയോ? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. LDF-നെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ്. അരുൺ പറഞ്ഞതുപോലെ 2010 തോൽവിക്ക് സമാനമാണെങ്കിൽ പോലും അതിൽ കൂടുതൽ അന്നില്ലാത്തൊന്ന് കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നഷ്ടമാണ്. അത് UDF അല്ല പിടിച്ചിരിക്കുന്നത്. അതായത് വർഗീയതയ്ക്കെതിരെ വാദോരാതെ പ്രസംഗിക്കുന്ന LDF നേതാക്കൾക്കുള്ള ഒരു അടി കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത്. അത് BJP ആണ് കൈക്കലാക്കിയിരിക്കുന്നത് എന്നാണ്. അതായത് 2000 തോൽവി പ്ലസ് ആ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവി എന്ന് വിലയിരുത്തേണ്ടി വരും ഇത്തവണത്തെ പരാജയത്തെ. എന്തായാലും അത് വളരെ കൃത്യമായി പഠിക്കാനാണ് ആ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ സൂചനയാണ് ഇന്നലെ MV ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ തന്നെ പിന്നീട് വാർത്താക്കുറിപ്പിറക്കിയ മുഖ്യമന്ത്രിയും പറയുന്നത്. അതിൻ്റെ ഭാഗമായി നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. മറ്റന്നാൾ LDF യോഗം ചേരുന്നുണ്ട്. വിശദമായി പരിശോധിക്കും, ആഴത്തിൽ പഠിക്കും, എന്തൊക്കെയാണ് പിശകെന്ന് കണ്ടെത്തും. പക്ഷേ അപ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് പൊതുവിൽ പ്രവർത്തകരോടും നേതാക്കളോടും പറയുന്ന കാര്യം. അവർക്കിടയിൽ അമിത ആത്മവിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അതിലൊന്ന് ഭരണ തുടർച്ചയാണ്. തുടർ ഭരണത്തിൻ്റെ ഇടയിൽ സമരസംഘടനാ പ്രവർത്തനങ്ങൾ മറന്നു പോവുകയും ഈ പറയുന്ന പെൻഷൻ കൂട്ടിയതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമിതാത്മവിശ്വാസം വളരുകയും ചെയ്തുകൊണ്ട് തന്നെ പ്രാദേശികമായി നടത്തേണ്ട സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ കുറവുണ്ടായിരുന്നു എന്നുള്ളതാണ് CPIM കണക്ക് കൂട്ടുന്നത്. മാത്രവുമല്ല, വിചാരിച്ചതുപോലെ വികസന പ്രവർത്തനങ്ങൾ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നതിലുപരിയായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് വലിയ രീതിയിൽ തിരിച്ചടിയായതായാണ് പാർട്ടി നേതൃത്വം കരുതുന്നത്. അതിനെ മറികടക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന ആലോചനയിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും പഞ്ചായത്തോ അതല്ലെങ്കിൽ കോർപ്പറേഷൻ വാർഡുകളോ നഷ്ടപ്പെട്ടതല്ല രാഷ്ട്രീയമായ തിരിച്ചടി. അത് പ്രധാനമായും അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചു വെച്ച ജില്ലാ പഞ്ചായത്തുകളിലെ തോൽവിയാണ്, ഡിവിഷനുകളിലെ തോൽവിയാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സമം ഏതാണ്ട് ഒരു നിയമസഭാ മണ്ഡലമാണ്. അത് ഒരു ദിശാസൂചകമാണ്. അത് രാഷ്ട്രീയ വോട്ടാണ്. അത് പ്രാദേശികമല്ല. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ചൂണ്ടുപലകയാക്കി ഇതിനെ മാറ്റാനുള്ള ശ്രമം UDF നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് CPIM-ന്റെ കടമ, LDF-ന്റെ ദൗത്യം. അതുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത്. വരുന്ന നാളുകളിൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ മൂന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്ന സ്വപ്നം അവർക്ക് ഉപേക്ഷിക്കേണ്ടിയും വരും. ഓക്കെ, താങ്ക് യു റോഷി, താങ്ക് യു TV പ്രസാദ്.